ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് പോയിന്റർ ടു പോയിന്റർ ആണ്. പോയിന്റർ ടു പോയിന്റർ എന്ന് വെച്ചാൽ എ പോയിന്റർ പോയിന്റ് ടു അനദർ പോയിന്റ് വേരിയബിൾ. സപ്പോസ് നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളത് ഒരു വേരിയബിള് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, പിന്നെ ഒരു പോയിന്റ് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിന്റെ അഡ്രസ് അതിലേക്ക് അസൈൻ ചെയ്യും അല്ലെ. ഇനി നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇൻ എക്സ് ഈസ് ഈക്വൽ ടു മൾട്ടൺ എന്ന് പറയാം. നമ്മൾ പോയിന്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻ സ്റ്റാർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ അഡ്രസ് ഇതിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും അല്ലെ. ഇൻ സ്റ്റാർ ഈസ് ഈക്വൽ ടു എക്സ്. ഇതിനെ നമ്മൾ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് എക്സ് ഈസ് ഈക്വൽ ടു പെർസെന്റേജ് ഡി. എന്ത് നോക്കാൻ പറ്റും, എക്സിന്റെ വാല്യൂ നോക്കാം അല്ലെ. നമുക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഈ പോയിന്റിന്റെ വാല്യൂ നോക്കുന്നുണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് എന്ത് പറയാം, സ്റ്റാർ ഡി നോക്കാം അല്ലെ. ഓക്കെ, ജസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 10, എക്സ് ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ നമ്മള് വേരിയബിൾ വെച്ചിട്ട് പ്രിന്റ് ചെയ്തു, അതേമാതിരി പോയിന്റർ വെച്ചിട്ട് വാല്യൂവിന്റെ ആക്സസ് വാല്യൂ ആക്സസ് ചെയ്തു അല്ലെ. ഇത് നമ്മുടെ നോർമൽ പോയിന്റ്. പോയിന്റർ ടു പോയിന്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മൾ ആക്സസ് ചെയ്യുന്ന എന്താണ്, ഈ വേരിയബിളിന്റെ അഡ്രസ് ആണ്. ബട്ട് പോയിന്റർ ടു പോയിന്റർ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റർ മറ്റൊരു പോയിന്ററിനെ പോയിന്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതായത് മറ്റൊരു പോയിന്റിന്റെ അഡ്രസ് ആയിരിക്കും അതിലുണ്ടായി. ഓക്കെ, അതിനാണ് നമ്മൾ ഡബിൾ പോയിന്റർ അല്ലെങ്കിൽ പോയിന്റർ ടു പോയിന്റർ. അപ്പൊ അങ്ങനെ വെച്ചാൽ നമുക്കൊരു വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അതും എന്താണ്, പോയിന്റർ. പക്ഷെ എന്താണ്, അത് സ്റ്റോർ ചെയ്യുന്നത് അനദർ പോയിന്റർ വേരിയബിളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, ഡബിൾ പോയിന്റർ സ്റ്റാർ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇതിലേക്ക് വാല്യൂബിൾ എന്താണ് അസൈൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫസ്റ്റ് ലെവൽ പോയിന്ററിന്റെ അഡ്രസ് ആയിരിക്കും. നമ്മളെന്ന് പറഞ്ഞു നോക്കുന്നു, ഡബിൾ സ്റ്റാർ ക്യൂ ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് ഓക്കെ. ഇവിടെ നമ്മളെ അഡ്രസ് എന്താണ്, വേരിയബിളിന്റെ അഡ്രസ് നമ്മൾ എടുത്ത് വെച്ചു. ഈ പോയിന്ററിൽ ഒരു മെമ്മറി ലൊക്കേഷൻ അതിന്റെ വാല്യൂ ഇതിൽ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡബിൾ സ്റ്റാർ ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് പോയിന്റർ ടു പോയിന്റർ ആണ്. ഇതിലേക്ക് അസൈൻ ചെയ്യുന്ന വാല്യൂ എന്താണ്, ഈ പോയിന്റിന്റെ അഡ്രസ് ആയി. ഓക്കെ, ഇതിന്റെ വാല്യൂ നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. കോപ്പി പേസ്റ്റ് ചെയ്തു, നമ്മളോട് എന്ത് ചെയ്തു, സ്റ്റാർ സ്റ്റാർ കീവേഡ്. ഓക്കെ, ജസ്റ്റ് ബിൽഡ് തന്നെ ചെയ്യാം. അതാ മൂന്നിലുള്ള വാല്യൂ എന്താണ്, ഒന്നായിരിക്കും. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്, ഡബിൾ പോയിന്റർ ഡിക്ലെയർ ചെയ്തു, അതിലേക്ക് നമ്മൾ ഈ പോയിന്റിന്റെ വാല്യൂ എടുത്തിട്ടു പി. ഓക്കെ, ക്യൂ പോയിന്റ് ചെയ്യുന്നത് വേറൊരു പോയിന്റിന്റെ അഡ്രസ്സാണ്. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, മറ്റു വേരിയബിളുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് എന്താണ്, ഇത് പോയിന്റ് ചെയ്തപ്പോഴും ഫസ്റ്റ് ലെവൽ പോയിന്ററിനായി. ഇവിടെ ആൻഡ് എക്സ് വരണ്ട നമ്മൾ ബിൽഡ് ചെയ്തിട്ടാണ് ചെയ്യുക. അത് നമുക്ക് എന്ത് ചെയ്യും, ഡബിൾ സ്റ്റാർ ഇൻകമ്പാറ്റബിൾ പോയിന്റർ. അപ്പോ ഇങ്ങനെയുള്ള ഡബിൾ പോയിന്ററിൽ നമുക്ക് എന്ത് പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരു ഫസ്റ്റ് ലെവൽ പോയിന്ററിനെ പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് പോസിബിൾ ആണ്.
ഓക്കെ, നമുക്ക് ഒരു ടൈപ്പ് കൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡബിൾ പോയിന്റ് ആണ്, നമ്മൾ 3 ലെവൽ പോയിന്റ് ആണ് മോഡൽ ഡിക്ലെയർ സ്റ്റാർ എസ് മാർക്ക്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, ഫസ്റ്റ് ലെവൽ പോയിന്റർ നമുക്ക് അസൈൻ ചെയ്യാൻ കഴിയില്ല. ഇതിലേക്ക് ഇത് 3 ലെവൽ പോയിന്റർ ആണ് അല്ലെ, ഇതിലേക്ക് നമുക്ക് 2 ലെവൽ പോയിന്ററിന്റെ അഡ്രസ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ സ്റ്റാർ എസ്, ഇതിലേക്ക് നമുക്ക് എന്ത് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ, അഡ്രസ് ഓഫ് ക്യൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. സ്റ്റാർ യെസ്, മൺബിൽ രണ്ടെണ്ണം ചെയ്യാം കണ്ടോ, എല്ലാത്തിലും വാല്യൂ ഉണ്ടാക്കി. ഓക്കെ, ഇവിടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈലുള്ള വാല്യൂ നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഓക്കെ, ഇത് 3 ലെവൽ പോയിന്റർ ആണ്. ഇത് പി എന്ന് വെച്ചാൽ എന്താണ്, ഫസ്റ്റ് ലെവൽ. നമ്മൾ നോക്കാം, ഓക്കെ. സപ്പോസ് നമ്മൾ ഈ ഇതിലുള്ള വാല്യൂ ചേഞ്ച് ചെയ്യാം, നമ്മളെങ്ങനെ വാല്യൂ ചേഞ്ച് ചെയ്യാം, വാല്യൂ ചേഞ്ച് ചെയ്യാം, പോയിന്റർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം. സപ്പോസ് ഞാൻ സ്റ്റാർ പി ഈസ് ഈക്വൽ ടു 15 പറയാം. ഓക്കെ, ഇതൊക്കെ പോയിന്റ് ചെയ്യുന്നത് ശരിക്കും എങ്ങോട്ടാണ്, ഈ വേരിയബിളിലേക്കാണ് അല്ലെ. സ്റ്റാർ പി ഈക്വൽ ടു 15 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, എക്സിലുള്ള വാല്യൂ ചേഞ്ച് ആവും അല്ലെ. അപ്പൊ മൊത്തം ഇതിന്റെ വാല്യൂ ഒക്കെ ചേഞ്ച് ആയി കാണും. ഒന്ന് ബില്ലാണ്ട് ചെയ്യാം കണ്ട, എല്ലാ വാല്യൂ 15 ആയി. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് ഡബിൾ പോയിന്റർ വെച്ചിട്ട് എങ്ങനെ മാറ്റാം, സ്റ്റാർ ക്യൂ, അതിന്റെ വാല്യൂ എന്തെങ്കിലും ഒരു 20. ഓക്കെ, സ്റ്റാർ ക്യൂ എന്ന് വെച്ചാൽ അഡ്രസ് ഓഫ് പി അല്ലെ. അപ്പൊ പി പോയിന്റ് ചെയ്യുന്നത് ഈ വേരിയബിളിലേക്കാണ്. അപ്പോൾ എന്ത് മാറും, ഈ വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് എന്തായിരിക്കും, 20 എല്ലാ വാല്യൂ ചേഞ്ച് ചെയ്യും. ട്രിപ്പിൾ പോയിന്റർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, സ്റ്റാർ എസ് ഈസ് ഈക്വൽ ടു 20. ബിൽഡിൽ എല്ലാത്തിനും വാല്യൂ 28. ഓക്കെ, അങ്ങനെ നമുക്ക് പോയിന്റ് ടു പോയിന്റ് വെച്ചിട്ട് നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാനും കഴിയും. ഓക്കെ, പിന്നെ എന്ത് ജസ്റ്റ് അഡ്രസ് കണ്ടുപിടിക്കാം. സപ്പോസ് എനിക്ക് ക്യൂവിന്റെ അഡ്രസ് ഒന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, നോക്കാം, അഡ്രസ് ഓഫ് ക്യൂ ഈസ് ഈക്വൽ ടു പെർസെന്റേജ് എക്സ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അഡ്രസ് ഓഫ് ക്യൂ നമുക്ക് എങ്ങനെ എടുക്കാം, ആന്റി ക്യൂ കൊണ്ട് എടുക്കാം അല്ലെ. ആന്റി ഓക്കെ, ഇനി ആന്റി ക്യൂ വെച്ച് മാത്രം എടുക്കാൻ പറ്റുമോ, കാരണം എന്താ വെച്ചാല് നമ്മൾ അഡ്രസ് ഓഫ് ക്യൂ ആണ് പറയുന്നത് അല്ലെ. അഡ്രസ് ഓഫ് ക്യൂ എന്തിലുണ്ട്, ഈ പോയിന്റിലുണ്ട്, എസിലുണ്ട് അല്ലെ. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയോ, പെർസെന്റേജ് എക്സ് യെസ്, എസ് നമ്മൾ എടുത്ത് വയ്ക്കുന്നത് ക്യൂവിന്റെ അഡ്രസ്സാണ്. ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രസ്സാണ്, ക്യൂവിന്റെ അഡ്രസ്സാണ്. ഇത് രണ്ട് സെയിം ആയിരിക്കും, രണ്ടെണ്ണം ചെയ്യാം.
and address of Q is equal to C0577C00. Same one. Okay. ഇതേപോലെ തന്നെ നമുക്ക് അഡ്രസ് ഓഫ് പി എടുത്തിട്ടുണ്ട്. അഡ്രസ് ഓഫ് പി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പറയുമ്പോൾ അഡ്രസ് ഓഫ് പി അല്ലെ, ആൻഡ് പി എന്ന് പറയാം. അതേപോലെ അത് ഏത് പോയിന്റിലേക്ക് എടുത്തു വയ്ക്കുന്നത്? ഡബിൾ പോയിന്റർ ക്യൂയിലേക്കാണ് അല്ലെ. അപ്പൊ നമ്മൾ ക്യൂ നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ബിൽഡ് ചെയ്താൽ അതിന്റെ റിസൾട്ടും സെയിം ആക്കി. കണ്ടോ, അഡ്രസ് ഓഫ് പി ഈസ് ഈക്വൽ ടു BA666EH. സെയിം തന്നെ നമുക്ക് കിട്ടുക. ക്യൂരുള്ളതും സെയിം ആണ്, പിയിലുള്ളതും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് അഡ്രസ്സും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് പോയിന്റർ ടു പോയിന്റർ, പോയിന്റ് ടു അനദർ പോയിന്റ്. Okay. Okay, thanks.